ചരിത്രം എന്തൊക്കെയായാലും നിങ്ങൾ തോൽക്കുമാട്ടും. ലാസ്റ്റ് മാച്ച് ആൻഡ് വിൻ പண்றீங்க, അത് റാങ്ക് കൊച്ചിയിൽ വന്ന് വിൻ പண்றீங்க. ഈ സീസണിൽ കുറേ ദുരന്തങ്ങളിലൂടെ കടന്നു. അതുകൊണ്ട് ഇനിയും ഇവരെ നിരാശപ്പെടുത്താൻ വയ്യ. അതുകൊണ്ട് നിർണായകമായിട്ടുള്ള ഒന്നും ഞങ്ങൾക്ക് ബാധകം. അപ്പൊ നിങ്ങൾ ജയിക്കു പോകുമാ, തൂക്കി അടിക്കു പോകും. ഈ മത്സരം അവസാനിപ്പിച്ചപ്പോഴല്ല, 2 ഗോളുകൾക്ക് ലീഡ് ഉണ്ടായപ്പോഴല്ല, ഈ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചൊരു കാര്യമാണ് ഈ മത്സരം ബ്ലാസ്റ്റേഴ്സ് ജയിക്കുക. ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച പെർഫോമൻസ് കണ്ട മത്സരമാണ് ഈ ഒരു മത്സരം. ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ട കുറെ താരങ്ങളുണ്ട്. ആദ്യം തന്നെ ഫസ്റ്റ് ഹാഫിൽ പരിക്കുമായി പുറത്തുപോയ റോക്കൻ താരമുള്ള ബെനാഡി. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഉടനീളം നല്ല പെർഫോമൻസ് നടത്തിയ സഹീഫ്. ഡിഫൻസിൽ വളരെ ശക്തമായി ഉറച്ചു നിന്ന പാളുവന്റെ. അതുപോലെ മിഡില് ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിക്ക് കോൺഫിഡൻസ് നൽകിയ ഫ്രെഡി. പിന്നെ ആദ്യം പറയാനുള്ളത് കോച്ച് ആഷ്ലി വെസ്റ്റ്വുഡിന്റെ ആ ഒരു തന്ത്രത്തെ കുറിച്ച്. കാരണം ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വളരെ ലോ പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. ആ സ്ഥാനത്താണ് ആഷ്ലി വെസ്റ്റ്വുഡ് പരിശീലകനായി എത്തുന്നത്. പിന്നെ ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ടത് മലയാളി താരങ്ങളായുള്ള വിപിൻ മോഹനും ആൻഡ് നിഹാൽ സ്വദേശിന്റെ പെർഫോമൻസിനെ കുറിച്ച്. അങ്ങനെ ഈ സീസണിലെ കൊച്ചിയിൽ ആദ്യ വിജയം ബ്ലാസ്റ്റേഴ്സ് നേടി. സോ എന്തായാലും ഈ ഒരു വീഡിയോനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അടുത്ത മത്സരം ഒഡീഷക്കെതിരെയാണ്. എന്തായാലും മത്സരം ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഈ ഒരു മത്സരത്തിൽ ജംഷഡ്പൂരിന്റെ സെനാനും അതുപോലെ മെസ്സി ബോഡിക്കൊന്നും അവർ വിചാരിച്ച ആ ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം മെസ്സി ബോഡിയൊക്കെ ഫാളും നല്ല രീതിക്ക് ടൈറ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു മത്സരത്തിൽ എടുത്ത് പറയേണ്ട ഒരു താരമാണ് അൻവർ ഷേഖ്. സോ ഒരുപാട് സേവുകൾ പുള്ളിക്കാരൻ നടത്തിയിട്ടുണ്ട്. സോ അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങൾ അഭിപ്രായം പിന്നെ താഴെ കമന്റ് ചെയ്യുക. അപ്പം എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും